കൃപാസനം പത്രം മെയ് 2026 പാർട്ട് 1. ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ്റെ സന്ദേശം. ഉടമ്പടി എടുക്കുന്നതും ഉടമ്പടി സ്ഥിരീകരണവും രണ്ടും രണ്ടാണ്. നമ്മൾ ദൈവവുമായി ഉടമ്പടിയിലായാൽ പിന്നെ നമ്മൾ പ്രാധാന്യം കൊടുക്കേണ്ടത് ഉടമ്പടി സ്ഥിരീകരിച്ചു കിട്ടാൻ വേണ്ടിയാണ്. നമ്മൾ ഉടമ്പടി എടുക്കുന്നതും സ്ഥിരീകരണവും രണ്ട് വിഷയമാണ്. ഉടമ്പടി എടുത്തു കഴിഞ്ഞാൽ ഉടമ്പടിയുടെ സ്ഥിരീകരണത്തിന് വേണ്ടിയുള്ള കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ആത്മാർത്ഥതയോടെ ചെയ്യുമ്പോൾ ദൈവമാണ് ഉടമ്പടി ഉറപ്പിക്കുന്നത്. ഉടമ്പടി ഉറപ്പിക്കുക എന്നുള്ളത് ദൈവത്തിൻ്റെ ഭാഗത്തു നിന്ന് ചെയ്യേണ്ട കാര്യമാണ്. ഞാൻ കണ്ടുവന്നിരിക്കുന്നത് ഒരു 10 ഉടമ്പടി എടുത്താൽ 6ഉം ദൈവം ഉറപ്പിക്കില്ല. ഉടമ്പടി ഉറപ്പിക്കുമെന്ന് നമുക്ക് തോന്നുന്ന ആൾക്കാരെ പക്ഷെ ദൈവം അത് ഉറപ്പിക്കുന്നതായിട്ട് കാണുന്നില്ല. ചില ആൾക്കാർക്ക് ദൈവം പെട്ടെന്ന് ഉടമ്പടി ഉറപ്പിച്ചു തന്നെന്നും വരും. ഉടമ്പടി ലോജിക്കായിട്ടുള്ളൊരു പ്രാർത്ഥനയാണ്. ഷാർപ്പായിട്ട് ഷൂട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു മാത്തമാറ്റിക്കൽ പ്രിസിഷനോടുകൂടി നമുക്ക് മൂവ് ചെയ്യാൻ പറ്റുന്നതാണ് ഉടമ്പടി എന്ന് പറയുന്നത്. അതുകൊണ്ട് കൃപാസനത്തിൽ പോകാം, ഉടമ്പടി എടുക്കാം, ചിലപ്പോൾ ദൈവം നമ്മെ അനുഗ്രഹിച്ചേക്കും എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. കൃപാസനം ചവിട്ടിയാൽ ദൈവം അനുഗ്രഹിച്ചിരിക്കും. അതാണ് ഉടമ്പടിയുടെ ഒരു കൃത്യത എന്ന് പറയുന്നത്. പക്ഷേ നമ്മൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. അവിടെയാണ് പലർക്കും തെറ്റ് സംഭവിക്കുന്നത്. ഞങ്ങൾ ട്രഡീഷണലായിട്ട് ക്രിസ്ത്യൻസ് ആണെന്ന് പറയുന്നതിൽ ഉടമ്പടിയിൽ പ്രത്യേകിച്ച് ആനുകൂല്യം ഒന്നുമില്ല. പേഴ്സണലായിട്ട് ആരാണ് കമ്മിറ്റ്മെൻറ്റ് ചെയ്യുന്നത് അവരാണ് ഉടമ്പടിയിലെ വലിയ ദൈവാനുഭവങ്ങൾ സ്വന്തമാക്കുന്നത്. വിശ്വാസത്തിലേക്ക് പുതിയ ആളായിട്ട് വന്നതാണെങ്കിലും അയാളുടെ കമ്മിറ്റ്മെൻറ്റ് കറക്റ്റ് ആണെങ്കിൽ ഉടമ്പടി ഉടനെ ഉറപ്പിക്കാൻ പറ്റും. പക്ഷേ നീ ഒരു 100 കൊല്ലം അല്ലെങ്കിൽ 1000 കൊല്ലമായിട്ട് ക്രിസ്ത്യൻ കുടുംബത്തിൽ ജനിച്ചു വളർന്ന ആളായതുകൊണ്ട് കർത്താവിൻ്റെ തിരുസന്നിധിയിൽ വരുന്നതുകൊണ്ട് കർത്താവ് നിനക്ക് ഉത്തരം നൽകണമെന്ന് നിർബന്ധമില്ല. അത് സാക്ഷ്യം കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും. ആരാണ് പേഴ്സണലായിട്ട് കമ്മിറ്റ് ചെയ്യുന്നത് അവരാണ് ദൈവാനുഭവങ്ങൾ പ്രാപിക്കുന്നത്. അത് ദൈവം സത്യമായതുകൊണ്ടാണ്. പാരമ്പര്യക്കാരന് കർത്താവുമായിട്ട് ഡെയിലി അക്കൗണ്ട് കറക്റ്റ് അല്ലെങ്കിൽ വിശ്വാസത്തിൽ ഗ്യാപ്പ് വന്നിട്ടുണ്ടെങ്കിൽ സർവീസ് ചാർജ് കൂടിക്കൊണ്ടിരിക്കും. കാര്യം ദൈവം നമുക്ക് എന്ത് തന്നാലും ദൈവത്തിനത് നഷ്ടമായിരിക്കും. ദൈവവുമായിട്ടുള്ള ഇൻട്രാക്ഷനിൽ നമുക്ക് എന്ത് തന്നാലും ദൈവത്തിന് നഷ്ടമായിരിക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ ദൈവം നമ്മെ വിശ്വാസത്തിലെടുക്കുമ്പോൾ ദൈവത്തിന് നിനക്ക് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വരുന്നത് നിത്യജീവനാണ്. അനുദിന ജീവിതവും ജീവിതത്തിൻ്റെ വിവിധ ആവശ്യങ്ങളുമല്ല. വിശ്വാസം ഒരു വ്യക്തിക്കുണ്ടെങ്കിൽ അത് സത്യസന്ധമാണെങ്കിൽ ദൈവത്തിന് അലോട്ട് ചെയ്യേണ്ടി വരുന്നത് നിത്യജീവനായിരിക്കും. പക്ഷെ അത്രയും റിട്ടേൺസ് നമ്മുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകണമെന്നില്ല. അതാണ് ദൈവത്തിന് നഷ്ടമാണെന്ന് പറയാൻ കാര്യം നിത്യജീവൻ എന്ന് പറയുന്നത് യേശുക്രിസ്തുവിൻ്റെ രക്തത്തിൻ്റെയും ജീവൻ്റെയും വിലയാണ്. അമേരിക്കൻ വിസയുടെയൊക്കെ പ്രശ്നം എന്താണ്? അവർ 10 കൊല്ലത്തേക്ക് വിസ നിനക്ക് തരുന്നു. 10 കൊല്ലം നിനക്കവിടെ പണിയെടുക്കാം. പക്ഷെ ഇന്നലെ ചെന്ന നീ ആ രാജ്യത്തിന് വേണ്ടി അതിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി ഒന്നും മുടക്കിയിട്ടില്ല. ഇനി മുടക്കും. വിദ്യാഭ്യാസം കൊണ്ട് അവിടെ സർവീസ് ചെയ്യും എന്ന് പറഞ്ഞിരിക്കുകയാണ്. ഇതിൽ വരുമ്പോൾ ആ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം അത് നഷ്ടമാണെന്ന് പറഞ്ഞതുപോലെ തന്നെ ഒരു വ്യക്തി ദൈവരാജ്യത്തിലേക്ക് വരുമ്പോൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വരുന്നത് വിശ്വാസമാണ്. പക്ഷെ ദൈവത്തിന് അലോട്ട് ചെയ്യേണ്ടി വരുന്നത് നിത്യജീവനാണ്. നിത്യജീവൻ ക്രിസ്തുവിൻ്റെ രക്തത്തിൻ്റെ വിലയാണ്, ജീവന്റെ വിലയാണ്. നിത്യജീവനിലേക്ക് നമുക്ക് യോഗ്യത ലഭിക്കാൻ കാരണം എൻ്റെയും നിന്റെയും പകരക്കാരനായി നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി യേശുക്രിസ്തു ക്രൂശിക്കപ്പെടുകയും പാപപരിഹാരം പീഡാനുഭവങ്ങളുടെയും തിരുമരണത്തിൻ്റെയും രൂപത്തിൽ അവൻ വഹിച്ചപ്പോൾ അത് റീറ്റാലിയേറ്റ് ചെയ്തിരിക്കുന്നത് കൊണ്ടാണ്. പങ്കുവയ്പ്പെല്ലാം കുരിശിൻ്റെ വഴികളാണ്. അത് വെയിലത്ത് പോകണം, ചിലപ്പോൾ മഴയത്ത് പോകണം, ചിലപ്പോൾ നമ്മൾക്ക് കഴിക്കാനുള്ള കാര്യങ്ങൾ പോലും അവർക്ക് കൊടുക്കേണ്ടി വരും. കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു സാക്ഷ്യമുണ്ടായത് ഞാൻ കൊടുത്തു തീർന്നപ്പോൾ ഓഫീസിലേക്ക് പോകുന്ന വഴിക്ക് എൻ്റെ ഭക്ഷണം കൂടി അവർക്ക് കൊടുക്കേണ്ടി വന്നു എന്നുള്ളതാണ്. ആശുപത്രിയിൽ ഭക്ഷണം കൊടുക്കാൻ ചെന്നപ്പോൾ ഗവൺമെൻറ് ഓഫീസറാണ് അത് പറഞ്ഞത്. കൊടുത്തു വന്നപ്പോൾ പിന്നെയും ആൾ വന്നപ്പോൾ അവരുടെ ഭക്ഷണം കൂടി കൊടുത്തു. പിന്നെ ഞാൻ ചായക്കടയിൽ പോയി ഒരു ചായ കുടിച്ചിട്ട് പോയി. അതാണ് കുരിശിൻ്റെ വഴി എന്ന് പറയുന്നത്. കർത്താവിന് വേണ്ടി കൊടുത്തു വന്നപ്പോൾ പിന്നെയുള്ളത് സ്വന്തം ഭക്ഷണമാണ്. അതും ആള് കൂടിയത് കാരണം അറിയാതെ കൊടുത്തു. പിന്നെ ഓഫീസിൽ പോയി ജോലി ചെയ്യണ്ടേ, തല നേരെ നിൽക്കണ്ടേ, അത് കാരണം പോയി ഒരു ചായയും ഒരു കടിയും കഴിച്ച് ഞാൻ പോയി എന്ന് പറഞ്ഞു. പിന്നെ ഓഫീസിൽ പോയി ജോലി ചെയ്യണ്ടേ, തല നേരെ നിൽക്കണ്ടേ, അത് കാരണം പോയി ഒരു ചായയും ഒരു കടിയും കഴിച്ചിട്ട് ഞാൻ പോയി എന്ന് പറയും. അത് കുരിശിൻ്റെ വഴിയാണ്. പക്ഷെ നിങ്ങൾ എന്ത് ചെയ്തു എന്നല്ല വിഷയം, നിങ്ങൾ എന്ത് മനോഭാവത്തോടു കൂടെ ചെയ്യുന്നു അവിടെയാണ് ഉടമ്പടി ഉറയ്ക്കുന്നത്. അത് സന്തോഷത്തോടെ ചെയ്യണം.
സന്തോഷത്തോടെ ചെയ്യുന്നതിന് ദൈവത്തോട് സ്നേഹമുണ്ടാകണം. നമുക്ക് സ്നേഹമുള്ളവർക്ക് നമ്മൾ എന്തു കൊടുത്താലും, നാം ഉപയോഗിക്കുന്നത് തന്നെ കൊടുത്താലും, നമുക്ക് ഉള്ളിൻ്റെ ഉള്ളിൽ പിന്നെയും പിന്നെയും കൊടുക്കണമെന്നുള്ള സന്തോഷമേ ഉണ്ടാവുകയുള്ളൂ. അത് സ്നേഹമുള്ളത് കൊണ്ടാണ്. നമ്മൾ മ്ലാനവദനരായി കൊടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് സ്നേഹമില്ല. എന്തോ ഒരു കാര്യം നമ്മൾ ചട്ടപ്പടി ചെയ്തു തീർക്കുകയാണ്. അപ്പോൾ സ്നേഹത്തോടെയാണ് നാം മറ്റുള്ളവർക്ക് കൊടുക്കേണ്ടത്. റോമ 12:8. ദാനം ചെയ്യുന്നവൻ ഔദാര്യത്തോടെയും നേതൃത്വം നൽകുന്നവൻ തീക്ഷ്ണതയോടെയും കരുണ കാണിക്കുന്നവൻ പ്രസന്നതയോടെയും പ്രവർത്തിക്കട്ടെ. നാടകക്കാരെ പോലെ, സിനിമാക്കാരെ പോലെ വളരെ ഹാപ്പിയായി അഭിനയിച്ചുകൊണ്ട് കൊടുക്കാൻ പറ്റില്ല. അതിനെ കാപട്യം എന്ന് പറയും. നമുക്ക് ഫീൽ ചെയ്യണം. കൊടുക്കുമ്പോൾ നമുക്ക് സന്തോഷം തോന്നണം. ശുശ്രൂഷയ്ക്കുണ്ടാകുന്നത് സന്തോഷമായിരിക്കണം. കുരിശിന്റെ വഴി നടത്തിയപ്പോഴും സത്യത്തിൽ ഈശോയ്ക്ക് സന്തോഷമായിരുന്നു. നമ്മൾ പറയും ഈശോയ്ക്ക് ദുഃഖമായിരുന്നു എന്ന്. കർത്താവിന് സന്തോഷമായിരുന്നു. കാരണം അവന്റെ രക്തത്തിൽ പിറക്കാൻ പോകുന്ന പുതിയ തലമുറയെ കണ്ടപ്പോൾ അവൻ സംതൃപ്തി അടഞ്ഞു എന്നാണ് ബൈബിളിൽ എഴുതിയിരിക്കുന്നത്. യേശയ്യ 53 10-11 വചനങ്ങൾ. അവിടുന്നാണ് അവനെ ക്ലേശങ്ങൾക്ക് വിട്ടുകൊടുത്തത്. പാപപരിഹാര ബലിയായി തന്നെ തന്നെ അർപ്പിക്കുമ്പോൾ അവൻ തന്റെ സന്തതി പരമ്പരയെ കാണുകയും ദീർഘായുസ് പ്രാപിക്കുകയും ചെയ്യും. കർത്താവിന്റെ ഹിതം അവനിലൂടെ നിറവേറുകയും ചെയ്യും. തന്റെ കഠിനവേദനയുടെ ഫലം കണ്ട് അവൻ സംതൃപ്തനാകും. അതായത് കഠിനവേദനയുടെ ഫലം ഈശോ തന്നെ മനക്കണ്ണാൽ കണ്ടുകൊണ്ട് ഈശോയ്ക്ക് ഭയങ്കര സംതൃപ്തി ഉണ്ടാകുന്നു. ഇതുപോലെ തന്നെ നിങ്ങളുടെ കഠിനവേദനയുടെ ഫലം നിങ്ങൾ നേരത്തെ കാണണം. രക്ഷാകര നടപടിയിൽ കഠിനവേദനയ്ക്ക് നല്ല റോളുണ്ട്. ഉദാഹരണത്തിന്, ഇപ്പോൾ നിങ്ങളും നാത്തൂനും തമ്മിൽ മിണ്ടുന്നില്ല. മിണ്ടാത്തതിന്റെ കാരണം 5 പവന്റെ മാലയും മേടിച്ചുകൊണ്ട് പോയതാണ്. അടിയന്തരത്തിൽ പോയിട്ട് തിരിച്ചു തരാമെന്ന് പറഞ്ഞു. ഇപ്പോൾ അവർ തരുന്നില്ല. അവരോട് ചോദിക്കുമ്പോൾ പറയും എന്റെ സ്ത്രീധനത്തിൽ വെട്ടിക്കുറച്ചേക്കാൻ. അവർ 5 പവന്റെ മാലയും മേടിച്ചു കൊണ്ടുപോയി. നല്ല സ്നേഹത്തിൽ പറ്റിക്കൂടി നിന്ന് സ്നേഹിച്ച് നല്ല തരവും കിട്ടിയപ്പോൾ ഇരവ് മേടിച്ചതാണ്. അത് പണയം വെച്ചു. പെട്ടെന്ന് എടുപ്പിച്ചു തരാമെന്ന് പറഞ്ഞു. പക്ഷേ പണയം വെച്ചത് എടുത്തു തരുന്നില്ല. അവരത് വിറ്റു. അപ്പോൾ നമ്മളെ പറ്റിക്കുകയും ചെയ്തു. നമ്മുടെ സത്യസന്ധതയും ആത്മാർത്ഥതയും അവർ ശരിക്കും പറഞ്ഞാൽ മുതലെടുക്കുകയും മനുഷ്യത്വരഹിതമായി പെരുമാറുകയും ചെയ്തു. അപ്പോൾ നമ്മൾ ഇനി ഇങ്ങനെയുള്ള ആൾക്കാരോട് മിണ്ടണ്ട എന്ന് തീരുമാനിച്ചു എന്നിരിക്കട്ടെ. ഈ നാത്തൂനോട് ഇങ്ങനെ മിണ്ടാതെ നിൽക്കുന്ന കാലത്തോളം ഉടമ്പടി വർക്കൗട്ട് ചെയ്യില്ല. വൈരാഗ്യവും വെറുപ്പും നിലനിൽക്കുന്നത് കാരണം ഉടമ്പടി ഫ്രീസായി പോകും. കഠിനവേദന നമ്മുടെ മനസ്സിലുണ്ടാകും. കാരണം നമ്മൾ തോറ്റില്ലേ? നമ്മളെ വഞ്ചിച്ചപ്പോൾ നമ്മൾ തോറ്റു. നമ്മുടെ സത്യസന്ധതയ്ക്ക് വില കൊടുത്തില്ലല്ലോ. എങ്കിലും നമ്മൾ ചെന്ന് അവരോട് മിണ്ടുമ്പോൾ നമ്മൾ യഥാർത്ഥത്തിൽ ഉടമ്പടി ഉറപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഉടമ്പടി വൈരാഗ്യത്തിൽ വർക്കൗട്ട് ചെയ്യില്ല. കാരണം കേവലമായ ഒരു വ്യക്തിയുമായിട്ടല്ല, ദൈവവുമായിട്ടാണ് നീ ഉടമ്പടി ചെയ്തിരിക്കുന്നത്. ഉടമ്പടി എടുക്കുമ്പോൾ നീ ദൈവത്തിന്റെ പങ്കാളിയാണ്. അപ്പോൾ ദൈവത്തിന്റെ പങ്കാളി എന്ന് പറയുമ്പോൾ ഇപ്പോൾ നീ അപ്പന്റെ പങ്കാളിയാണെന്ന് വിചാരിച്ചു. അപ്പന് 4 മക്കളുണ്ടെങ്കിൽ 4-ൽ 1 ഭാഗത്തിന് മാത്രമേ അവകാശമുള്ളൂ നിനക്ക്. അപ്പന് ഭാര്യയുണ്ട്. അപ്പന് പെങ്ങന്മാർ കല്യാണം കഴിക്കാതെ വീട്ടിലുണ്ടെങ്കിൽ അവകാശം കുറഞ്ഞു കുറഞ്ഞു വരും. പക്ഷെ ദൈവത്തിന് അങ്ങനെയല്ല. ദൈവത്തിന്റെ ഫുൾ സ്വത്തിന് നീ അവകാശിയാണ്. അതാണ് ഈശോ പറഞ്ഞത്. 100 ആടുണ്ടെങ്കിൽ ആ 100 ആടിനെ മേയിച്ചുകൊണ്ട് നടന്നപ്പോൾ മലയിടുക്കിൽ മുൾപ്പടർപ്പിൽ 1 ആട് ഒറ്റപ്പെട്ടു പോയി. ഇടയനും മറ്റു 99 ആടും മുന്നോട്ട് പോയി. താഴ്വാരത്തിറങ്ങിയപ്പോൾ 1 എണ്ണം കാണാനില്ല. ആ 1 എണ്ണം കാണാനില്ല എന്നറിഞ്ഞ് പട്ടി കുരയ്ക്കുന്നുണ്ട്. അപ്പോൾ ഇടയൻ നോക്കിയപ്പോൾ എന്തോ സംഭവിച്ചിട്ടുണ്ട്. ഇടയൻ പക്ഷെ ആ 1 ആടിനു വേണ്ടി തിരക്കി പോവുകയാണ്. 99നെയും താഴ്വാരങ്ങളിൽ വിട്ടിട്ട് 1നെ തിരക്കി പോവുകയാണ്. തിരക്കി പോകുമ്പോൾ തിരക്കിയിട്ട് കണ്ടുകിട്ടുന്നത് വരെയാണ് അന്വേഷിക്കുന്നത്. നിങ്ങളിൽ ആരാണ് തനിക്ക് 100 ആടുകൾ ഉണ്ടായിരിക്കെ അവയിൽ 1നെ നഷ്ടപ്പെട്ടാൽ 99നെയും മരുഭൂമിയിൽ വിട്ടിട്ട് നഷ്ടപ്പെട്ടതിനെ കണ്ടുകിട്ടുവോളം തേടിപ്പോകാത്തത്? കണ്ടുകിട്ടുമ്പോൾ സന്തോഷിച്ചതിനെ തോളിലേറ്റുന്നു. ലൂക്ക 15-4-5 വചനങ്ങൾ. അല്ലാതെ പകുതിക്ക് അന്വേഷിച്ചിട്ട് അത് എവിടെയെങ്കിലും പോയി ചാകട്ടെ, ബാക്കി 99 ഉണ്ടല്ലോ എന്നല്ല നല്ല ഇടയന്റെ ചിന്ത. അതാണ് മനുഷ്യരുടെ സ്നേഹം. ദൈവത്തിന്റെ സ്നേഹം അങ്ങനെയല്ല. ബൈബിൾ പറയുന്നത് കണ്ടുകിട്ടുവോളം കുഞ്ഞേ കുഞ്ഞേ എന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ട് 99ന്റെ വില 1ന് കൊടുക്കുന്നു എന്ന് പറയുമ്പോൾ 1ന്റെ വില 99ൻ്റെതാണ്. എന്നുവെച്ചാൽ നിന്റെ വില ദൈവത്തിന് മൊത്തം മക്കൾക്ക് എത്ര അവകാശമുണ്ട് അത്രയും അവകാശം നിനക്കുണ്ടെന്ന്. അപ്പോൾ നമ്മുടെ ലോജിക്, നമ്മുടെ നോഷൻസ്, നമ്മുടെ ധാരണ
അതിനെ എപ്പോഴും ഈ ദൈവസ്നേഹം സംഭ്രമിപ്പിച്ചുകൊണ്ടിരിക്കും. കാര്യം, ഈ ലോകത്ത് 800 കോടി മനുഷ്യരുണ്ടെങ്കിലും ആ 800 കോടിയുടെ വില സിംഗിൾ പേഴ്സണായ നിനക്ക് ദൈവം തരുന്നുണ്ട്. ഇനി 800 കോടിയിൽ നീ മാത്രം നശിച്ചു പോയാൽ നിനക്ക് വേണ്ടി മാത്രം യേശു ക്രൂശിക്കപ്പെടാൻ തയ്യാറാണ് എന്നുള്ള അവന്റെ മനസ്സ് വെളിപ്പെടുത്തുകയാണ്. ഇനി 800 കോടിയിൽ നീ മാത്രം നശിച്ചു പോയാൽ നിനക്ക് വേണ്ടി മാത്രം യേശു ക്രൂശിക്കപ്പെടാൻ തയ്യാറാണ് എന്നുള്ള അവന്റെ മനസ്സാണ് വെളിപ്പെടുത്തുന്നത്. 99 കഥ പറയുമ്പോൾ പറയുന്നത്, 99നെയും മേച്ചിൽ സ്ഥലങ്ങളിൽ വിട്ടിട്ട് നഷ്ടപ്പെട്ടു പോയ ഒന്നിനെ തേടുമ്പോൾ 99 വില ആ ഒന്നിനുമുണ്ടെന്നാണ് പറയുന്നത്. 800 കോടിയിൽ നീ മാത്രം ദൈവത്തിന് നഷ്ടപ്പെട്ടു പോയെങ്കിൽ ആ നിനക്ക് വേണ്ടി മാത്രം പാപപരിഹാരം ചെയ്ത് ക്രൂശിക്കപ്പെടാൻ വേണ്ടി മാത്രം ദൈവത്തിന്റെ വലിയ ഹൃദയമാണ്, ദൈവത്തിന്റെ വലിയ സ്നേഹമാണ് ബൈബിൾ വാഴ്ത്തുന്നത്. ദൈവസ്നേഹത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നമ്മുടെ പാപത്തിന് അറിയാതെ തന്നെ മാനസാന്തരം ഉണ്ടാകും. കാരണം നമ്മുടെ പാപത്തിന് പരിഹാരമായിട്ടാണല്ലോ അവൻ ക്രൂശിതനായതെന്ന് ഓർക്കുമ്പോൾ ദൈവത്തിന്റെ പ്രവൃത്തികളെ കുറിച്ച് നമ്മൾ ആരായും. അത് സ്നേഹത്തിന്റെ പ്രവൃത്തികളാണ്. പിന്നെ നമ്മുടെ മുമ്പിലുള്ള ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് ഈ ദൈവസ്നേഹത്തിന് വേണ്ടി പ്രതിവിധി ചെയ്യുക എന്നുള്ളതാണ്. ദൈവസ്നേഹത്തിന് പ്രതിവിധി ചെയ്യാനാണ് നമ്മൾ ഉടമ്പടിയിൽ കാരുണ്യപ്രവൃത്തികൾ ചെയ്യുന്നത്. എപ്പോഴും നമ്മൾ ഓർക്കണം, ദൈവസ്നേഹത്തിന്റെ പ്രതിവിധിയാണ് നമ്മൾ ചെയ്യുന്നത്. ചില ആൾക്കാർ പറയും, ഞാൻ ഉടമ്പടി പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലി പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ എന്ന്. ചില വ്യക്തികൾ ദൈവസ്നേഹത്തോടെയുള്ള കാരുണ്യ പ്രവൃത്തികൾക്കും പ്രേഷിത പ്രവർത്തനങ്ങൾക്കും വേണ്ടത്ര പ്രാധാന്യം കൊടുക്കില്ല. എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ എന്ത് തരക്കാരായാലും ഉടമ്പടി എടുക്കുമ്പോൾ ദൈവത്തോടാണ് ഉടമ്പടി എടുത്തിരിക്കുന്നത്. ദൈവത്തിന്റെ സ്നേഹത്തിന്റെ ലെവൽ വരെ എത്താൻ വേണ്ടി നമ്മളെ കൊണ്ട് കഴിയാവുന്നത് നമ്മൾ പ്രവർത്തിച്ചു വരുമ്പോഴാണ് ജീവിതം തന്നെ, ഉടമ്പടി തന്നെ ഒരു കുരിശിന്റെ വഴിയായിട്ട് പരിവർത്തനം ചെയ്യുകയും ചെയ്യുന്നത്. നമുക്ക് സമയനഷ്ടമുണ്ടാകും, ആരോഗ്യ നഷ്ടമുണ്ടാകും, നമുക്ക് സൗകര്യങ്ങൾ നഷ്ടപ്പെടും. കൊടുക്കാൻ തയ്യാറായില്ലെങ്കിൽ ക്രിസ്തുവുമായിട്ട് ഇടപെടാതിരിക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത്. നമ്മൾ കൊടുക്കാൻ, പങ്കുവയ്ക്കാൻ ജീവിതമോ അല്ലെങ്കിൽ നമുക്കുള്ളതോ നമ്മുടെ സമയമോ നമ്മുടെ സന്തോഷമോ നമ്മൾ പങ്കുവയ്ക്കാൻ തയ്യാറായില്ലെങ്കിൽ നമ്മൾ ക്രിസ്തു എന്നുള്ള ആ ഒരു വലിയ ദൈവിക പദ്ധതിയുമായിട്ട് ഇടപഴകാതിരിക്കുന്നതായിരിക്കും നല്ലത്. അത്രയ്ക്ക് പ്രൊഫൗണ്ടാണ് ഈ വിഷയം. ഉടമ്പടി ഉറപ്പിക്കുന്നതിൻ്റെ ആദ്യ നടപടിയാണിത്. ദുഷ്ടന് ഉടമ്പടി എടുക്കാൻ പറ്റില്ല. തോന്നിവാസ ജീവിതം നയിക്കുന്ന വ്യക്തിക്ക് ഉടമ്പടി എടുക്കാൻ പറ്റില്ല. സങ്കീർത്തനം 50:16. എന്നാൽ ദുഷ്ടനോട് ദൈവം പറയുന്നു, എൻ്റെ നിയമങ്ങൾ ഉരുവിടാനോ എൻ്റെ ഉടമ്പടിയെക്കുറിച്ച് ഉരിയാടാനോ നിനക്കെന്ത് കാര്യം? അത്ര സീരിയസ് ആണ് വിഷയം. വിശുദ്ധീകരിക്കാൻ ആഗ്രഹിക്കാത്ത ഒരു മനുഷ്യന് ഉടമ്പടിയെക്കുറിച്ച് ഉരിയാടാൻ പോലും അവകാശമില്ല. കാര്യം, ഉടമ്പടി എടുക്കാൻ കൃപാസനത്തിൽ വരുമ്പോൾ വിശുദ്ധീകരിക്കാൻ ഉദ്ദേശിക്കുന്നില്ലെങ്കിൽ നിനക്ക് കൃപാസനത്തിൽ എന്ത് കാര്യമാണെന്ന് ദൈവം ചോദിക്കും. നീ നിന്റെ പാപത്തിൽ നിലനിൽക്കാൻ വേണ്ടി തീരുമാനിച്ചു. പിന്നെ നിന്റെ കാര്യം കാണാൻ വേണ്ടി ദൈവത്തിനെ കക്ഷി ചേർക്കാൻ വന്നാൽ നിനക്കിവിടെ എന്ത് കാര്യമാണെന്ന് ദൈവം ചോദിക്കും. അതിന് നിങ്ങൾ മറുപടി പറയേണ്ടി വരും. കാരണം ദൈവം പരദൂഷണം പറയുന്നവർ, പക കൊണ്ട് നടക്കുന്നവർ, വ്യഭിചരിക്കുന്നവർ, കള്ളസാക്ഷ്യം നൽകുന്നവർ, ഇങ്ങനെ എല്ലാവരെയും കൂട്ടി ദൈവം ഒറ്റ ഹെഡിങ്ങിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ദുഷ്ടൻ. ദുഷ്ടൻ എന്ന് പറഞ്ഞാൽ പിശാചിന്റെ വ്യക്തിത്വമാണ്. സ്വർഗസ്ഥനായ പിതാവേ എന്നുള്ള പ്രാർത്ഥന ഈശോ പ്രാർത്ഥിച്ചപ്പോൾ ഈശോ പറഞ്ഞത്, ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എന്നാണ്. അപ്പോൾ നമ്മുടെ മുമ്പിലുള്ള ഓപ്ഷൻ എന്താണ്? വിശുദ്ധിയോടെ ഉടമ്പടി എടുക്കുമ്പോൾ തന്നെ ഉടമ്പടി ഉറപ്പിക്കണമെങ്കിൽ വിശുദ്ധിയോടെ ജീവിക്കണം.